ഞാൻ യയാതി ചക്രവർത്തി. വാർത്താ അവതാരകനിൽ നിന്നും യയാതി എന്ന ഇതിഹാസത്തിലേക്ക് ദിവിഷ് മണി ഇഴുകിച്ചേർന്നു. മനസ്സും ശരീരവും യയാതിയിലേക്ക് അർപ്പിച്ചു. ആദ്യം ആ കിഴവൻ സ്വയം തീർച്ചയാക്കണം. അച്ഛനോ ആചാര്യം തന്നെയാണ്. പുതിയ കാലത്തിനൊപ്പം സംവദിക്കുന്ന ഏകാന്ത നാടകം കാഴ്ചക്കാർക്കും വേറിട്ട അനുഭവമായി. വർഷങ്ങൾ നീണ്ട സ്വപ്ന സാക്ഷാത്കാരമാണ് ദിവിഷിനിത്. ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് സത്യത്തിൽ യയാതിയായിട്ട് അരങ്ങിലെത്തിയത്. കുറേ പേരുടെ മാതൃഭൂമിയുടെ ഒക്കെ നിറഞ്ഞ പിന്തുണയും സ്നേഹമുള്ളതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെയൊരു നാടകം ചെയ്യാൻ പറ്റിയത്. നമ്മുടെ ഒരു ശ്രമമാണ്, ഇങ്ങനെ ഒരു തുടർച്ച വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു ശ്രമമാണ്. ആരാണ് ഈ അച്ഛന് നിങ്ങളുടെ യുവത്വം ദാനം തരിക? യയാതിയിലേക്കുള്ള ദിവിഷിന്റെ വേഷപ്പകർച്ച എത്രത്തോളം മികവുറ്റതെന്ന് എഴുത്തുകാരന്റെ വാക്കുകളിലുണ്ട്. മറക്കാനാവാത്ത ഒരു സായന്തനത്തിൻ്റെ മുഴുവൻ സന്തോഷവും തന്ന ദിവിഷിന് മാത്രം അവകാശപ്പെട്ടതാണ്. പുരുഷാർത്ഥങ്ങളിൽ അവസാനത്തേതിനെ എത്രത്തോളം എത്തിത്തൊടാൻ കഴിയുന്നു എന്നതിലേക്കുള്ള അന്വേഷണത്തിൻ്റെ കൂടി ആരംഭമാണിത്. തൈക്കാട് ഗണേശത്തിലെ നിറഞ്ഞ സദസ്സിലായിരുന്നു അരങ്ങേറ്റം. യയാതി ഇനിയും വേദികളിലൂടെ യാത്ര തുടരും. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കല വളർത്തിയെടുക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ മാതൃഭൂമി കാണിച്ച ഒരു സന്മനസ്സുമൊക്കെ ഒരുപാട് സന്തോഷം തരുന്നു. അത് തുടർന്ന് തന്നെ പോകണം, നമുക്ക് ഒരാളും കൂടെ കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ്. നാടകപ്രവർത്തകനായ ശ്യാംകൃഷ്ണയാണ് പ്ലേ ക്യൂറേറ്റർ. നാടകത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് പ്രശസ്ത മോഹനവീണ കലാകാരൻ പോളി വർഗീസാണ്. ശാന്തി മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.